ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കിരീടം നേടിയ വനിതയാണ് ദിൽഷ പ്രസന്നൻ. ആ നേട്ടം ഇതുവരെ സ്വന്തമാക്കിയ ഏക വനിതയും ദിൽഷ തന്നെയാണ്. ബിഗ് ബോസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചയായ പേരുകളിലൊന്നുമാണ് ദിൽഷ പ്രസന്നൻ. സീസൺ 3യിലാണ് ദിൽഷ മത്സരാർത്ഥിയായി എത്തുന്നത്. ഇതുവരെ കണ്ടതിൽ ഏറ്റവും മികച്ച സീസണുകളിൽ ഒന്നായിട്ടാണ് സീസൺ 3യെ വിലയിരുത്തിയിരിക്കുന്നത്. ബിഗ് ബോസ് വീട്ടിൽ ഡോക്ടർ റോബിനുമായുള്ള സൗഹൃദമാണ് ദിൽഷയുടെ പേര് ചർച്ചകളിൽ നിറഞ്ഞു നിർത്തിയത്. ഇതിന്റെ പേരിൽ അകത്തും പുറത്തും ദിൽഷ ക്രൂശിക്കപ്പെട്ടു. എന്നാൽ തന്റെ ബോധ്യങ്ങളിലും കാഴ്ചപ്പാടുകളിലും അവസാനം വരെ ഉറച്ചു നിൽക്കാനും ഒടുവിൽ വിന്നറാകാനും ദിൽഷയ്ക്ക് സാധിച്ചു. മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ക്രൂരമായ സൈബർ ബുള്ളിയിങ് നേരിടേണ്ടി വന്ന മത്സരാർത്ഥികളിൽ ഒരാൾ കൂടിയാണ് ദിൽഷ പ്രസന്നൻ. ഇപ്പോഴിതാ തന്റെ ബിഗ് ബോസ് യാത്രയെ കുറിച്ച് മനസ്സ് തുറക്കുകയാണ് ദിൽഷ. അറോറ മീഡിയ നെറ്റ്വർക്കിന് നൽകിയ അഭിമുഖത്തിലാണ് ദിൽഷ മനസ്സ് തുറക്കുന്നത്. ബിഗ് ബോസ് വിന്നറാകാൻ സാധിച്ചതിനെ കുറിച്ച് സംസാരിച്ചാണ് ദിൽഷ തുടങ്ങുന്നത്. സന്തോഷമുണ്ട്. ബിഗ് ബോസിലെ ആദ്യ ലേഡി വിന്നറാണ്. അത് എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. ഒരുപാട് നല്ല മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു. എങ്കിലും വിന്നർ ആകണമെന്നുണ്ടായിരുന്നു. അവിടെ വരുന്നവർക്കൊപ്പമുള്ള ആഗ്രഹമാണ് 100 ദിവസം നിൽക്കുക, വിന്നർ ആവുക എന്നൊക്കെ. അത് സാധിച്ചു എന്നാണ് തന്റെ വിജയത്തെ കുറിച്ച് ദിൽഷ പറയുന്നത്. കടുത്ത സോഷ്യൽ മീഡിയ ആക്രമണം നടക്കുന്നതിനിടെയാണ് ദിൽഷ ഷോയിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. വിജയിച്ചു വരുന്ന ദിൽഷയ്ക്ക് പക്ഷേ ആ നേട്ടം ആസ്വദിക്കാൻ സാധിച്ചില്ലെന്നതാണ് വസ്തുത. വിന്നറായി പുറത്തിറങ്ങിയപ്പോൾ അതൊന്ന് ആസ്വദിക്കാൻ എനിക്കും വീട്ടുകാർക്കും സാധിച്ചിട്ടില്ല. കുറെ പ്രശ്നങ്ങളുടെ ഇടയിലായിരുന്നു. എത്ര പ്രശ്നങ്ങൾ വന്നാലും ആദ്യത്തെ ലേഡി വിന്നർ എന്നത് മായ്ച്ചു കളയാൻ സാധിക്കില്ലല്ലോ. അതിനാൽ കുടുംബം വളരെ ഹാപ്പി ആയിരുന്നു. എവിടെ പോയാലും എപ്പോഴും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആദ്യ ലേഡി വിന്നർ എന്ന് പറഞ്ഞാണ്. അത് ഭയങ്കര സന്തോഷമാണെന്നും ദിൽഷ പറയുന്നുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 3യിലൂടെ ഒരുപാട് ആരാധകരെ സ്വന്തമാക്കാനായിട്ട് ദിൽഷ പ്രസന്നന് സാധിച്ചു എന്നുള്ളതാണ് സത്യം.